ശരി, ശ്രീ പി എം സുരേഷ് ബാബു, പക്ഷേ വന്യജീവികൾ മനുഷ്യരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സമയത്ത് ഗാനമേള നടത്തുന്ന ഈ മന്ത്രിയെ വേണ്ട. ഈ മന്ത്രി എന്തൊക്കെ എക്സ്ക്യൂസുകൾ പറഞ്ഞാലും ശരി, അദ്ദേഹം പറയുന്നത് ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന്, അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളും വാഹനാപകടങ്ങളും ഒക്കെ നാളെ ഉണ്ടാകില്ല എന്ന് എങ്ങനെ പറയാനാകും? ഇതൊക്കെ മനുഷ്യരുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതിന്റെ പരമാവധിയാണ്. ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ പെരുവന്താനത്ത്, ഇടുക്കി ജില്ലയിൽ പെരുവന്താനത്ത് സംഭവിച്ചത് എന്താണ്? ആനയുടെ ആക്രമണത്തിൽ മരിച്ച സോഫിയ എന്ന സ്ത്രീ, അവർ ഒരാഴ്ച മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് എന്റെ ജീവൻ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന്. അതുപോലെ സംഭവിക്കുകയും ചെയ്തുവല്ലോ. ഇനി ഇങ്ങനെ എത്ര പേർ? ഒരു ഉത്തരം പോലും ഇല്ലല്ലോ. അപ്പോൾ ഈ മന്ത്രിക്ക് ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മന്ത്രി? എന്നോടാണല്ലോ അതെ ശ്രീ പി എം സുരേഷ് ബാബു. അത് ഒരു വാക്യാർത്ഥങ്ങൾ എടുത്തുകൊണ്ട് അതിൻ്റെ അർത്ഥപ്രതലത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയുണ്ടാകുന്നത് ഈ ദുഃഖകരമായ അന്തരീക്ഷത്തെ ലഘൂകരിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ പലരും ഇന്ന് വന്യജീവികളുടെ അക്രമത്തിന് വിധേയമായി ജീവൻ നഷ്ടപ്പെടേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും ദുഃഖിക്കുന്നവരിൽ ഒരാളാണ് ഞാനൊക്കെ. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്ത സാഹചര്യം എങ്ങനെയാണ് നമുക്ക് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതിന് ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങളും നടപടികളുമാണ് വേണ്ടുന്നത്? ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഭരണകൂടത്തിന് നിയമപരമായ മാർഗത്തിലൂടെ മാത്രമേ അതിനെ നേരിടാൻ കഴിയുള്ളൂ എന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും പ്രേക്ഷക സമൂഹത്തിനും അറിയാം. അത് നിയമപരമായ മാർഗങ്ങൾ എന്തൊക്കെയാണ്? നിയമപരമായ മാർഗങ്ങൾ നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു തരം ലഘൂകരണം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണ്. ഇവിടെ നമ്മൾ ഓരോന്നോരോന്നായി പരിശോധിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന വന്യജീവി അക്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരാളുടെയും ജീവന് പകരമായി പണം കൊടുക്കാനോ, പണം കൊടുത്ത് അതിനെ പരിഹരിക്കാനോ, അല്ലെങ്കിൽ അതിന് സമാശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിന് ആശ്വാസം കൊടുക്കാനോ നമുക്ക് കഴിയും എങ്കിൽ പോലും അതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല. ജീവന് പകരം ജീവൻ കൊടുക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ ലോകത്ത് അതൊരു കനത്ത നഷ്ടമായി തന്നെ എന്നേക്കുമായി നിലനിൽക്കും. അവിടെ നമുക്ക് എടുക്കേണ്ടുന്നത് നിയമപരമായി കേരളത്തിലെ സർക്കാരിന്, ആ സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനും സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഈ ചുമതല വഹിക്കുന്ന മന്ത്രിക്കും എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് എന്നാ. അവിടെ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ വന്യജീവി വകുപ്പിന്റെ ചുമതലക്കാരനായ മന്ത്രിക്ക് വന്യജീവി സംരക്ഷണത്തിന്റെ ചുമതലയും കൂടി ഉള്ള സാഹചര്യത്തിൽ ആ അക്രമാസക്തമാകുന്ന മൃഗസമൂഹം അതിനോട് എങ്ങനെയാണ് നിയമപരമായി പ്രതികരിക്കേണ്ടത്? അത് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് പറയുമ്പോൾ ആർക്കെങ്കിലും കേന്ദ്രം കേരളത്തെയും കേരളം കേന്ദ്രത്തെയും കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതല്ല. പരിഹരിക്കാൻ ആവശ്യമായ നിയമം എന്താണ്? ഇപ്പൊ കേരളത്തിലെ സർക്കാർ തന്നെ പഴയ CRPC, ഇപ്പോഴത്തെ BNSS, അത് ഈ പഴയ CRPCയിലെ 133-ാം വകുപ്പ്, ആ 133-ാം വകുപ്പ് പ്രകാരം 130-ാം വകുപ്പ് എന്താണെന്ന് പറഞ്ഞാൽ RDOവിന് പബ്ലിക് ന്യൂയിസൻസ് ക്ലിയർ ചെയ്യാനുള്ള അധികാരമാണ്. ആ അധികാരം ഉപയോഗിച്ച് പബ്ലിക് ന്യൂയിസൻസ് ആണ് ഈ വന്യജീവി അക്രമം എന്ന് വരുത്തി ഒരു കേസ് വന്നപ്പോൾ കേരള ഹൈക്കോടതി പറഞ്ഞത് ഇത് പബ്ലിക് ന്യൂയിസൻസിന്റെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റില്ല. കേന്ദ്ര നിയമത്തിന്റെ 62-ാം വകുപ്പും 256 ആണെന്ന് എൻ്റെ ഓർമ്മ ഇപ്പോൾ ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഭരണഘടനയുടെ ആർട്ടിക്കിളും വെച്ചുകൊണ്ട് മാത്രമേ വന്യജീവി അക്രമത്തിൽ നിന്നും മനുഷ്യജീവന് സംരക്ഷണം നൽകുന്നതിന് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന്, ജനാധിപത്യ ഭരണകൂടത്തിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന് 2024 വിധിയിൽ പോലും ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ ഏത് തരത്തിലാണ് ചെയ്യേണ്ടുന്നത്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശാശ്വതമല്ലാത്ത പരിഹാരങ്ങൾ, താൽക്കാലിക പരിഹാരങ്ങൾ, കിടങ്ങുകൾ കുഴിക്കുക, ഫെൻസിംഗ് ഉണ്ടാക്കുക, ഇത് രണ്ടുമാണ് ഇങ്ങോട്ടേക്കുള്ള വരവിനെ, മനുഷ്യന്മാർ വസിക്കുന്ന സ്ഥലത്തേക്കുള്ള വരവിനെ തടയാൻ ഒരു ഭരണകൂടത്തിന് താൽക്കാലികമായി ചെയ്തു തീർക്കാൻ കഴിയുന്നത്. ആനയെപ്പോലെയുള്ള ഒരു ജീവിക്ക് ഒരു ഫെൻസിങ്ങും ബാധകമല്ല എന്നെല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയല്ലേ? അപ്പോൾ കിടങ്ങുകളിൽ ഇറക്കുക എന്നുള്ളത് കവിഞ്ഞ് ഈ 600ഓളം കിലോമീറ്റർ ദൂരം വരുന്നിടത്ത് കിടങ്ങുകൾ കുഴിച്ച് ആനയുടെ അല്ലെങ്കിൽ വന്യജീവികളുടെയോ, വന്യജീവികൾ നരി, പുലി തുടങ്ങിയവയൊന്നും തടയാൻ കിടങ്ങുകൾ മതിയാവുകയില്ല. അപ്പോൾ ഏത് തരത്തിൽ പരിഹാരം ഉണ്ടാക്കുന്നതിന് കുറച്ച് മാർഗങ്ങളുണ്ട്. ഇവിടെ പിതാവ് പറഞ്ഞത് വന്യജീവിയുടെ പ്രത്യുൽപാദനം വർദ്ധിക്കുന്നത് തടയുക എന്നുള്ളതാണ്. ഒരു കാട്ടിൽ, ഒരു പ്രദേശത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന മൃഗങ്ങളെയും ജീവികളെയും ഒരു സാധാരണഗതിയിലുള്ള ഒരു കണക്കുകളുണ്ട്. അതിൽ കവിഞ്ഞുണ്ടാകുമ്പോൾ ആഭ്യന്തര സംഘർഷം അതിനകത്ത് തന്നെ ഉണ്ടാകും. അവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കടിച്ചലുകൾ ഉണ്ടാകും. അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യം വരുന്ന ജീവികൾ, മൃഗങ്ങൾ പെരുകുന്ന സാഹചര്യം വന്നാൽ അതിനെ എങ്ങനെ വാസക്ടമി പോലെ അല്ലെങ്കിൽ ABC പോലെയുള്ള ആനിമൽ ബർത്ത് കൺട്രോൾ പോലെയുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നതിന് പരിശോധന നടത്തണം. ഇതിന് കേന്ദ്ര നിയമത്തിൻ്റെ അനുവാദം വേണം. കേന്ദ്ര നിയമത്തിൻ്റെ അനുവാദം കിട്ടുന്നതിന് എത്ര തവണ കേരളത്തിലെ സർക്കാരുകൾ ശ്രമിച്ചു? കേന്ദ്ര നിയമം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 2014 ഇങ്ങോട്ട് വന്ന ഈ 2014 മുതൽ ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് മാത്രമല്ല, അതിനു മുമ്പുമുള്ള ഭരണകൂടങ്ങളോട് 1972 മുതൽക്കുള്ള ഭരണകൂടങ്ങളുടെ തുടർച്ചയായ പ്രവർത്തനങ്ങൾ, തുടർച്ചയായ നിയമനിർമ്മാണങ്ങൾ കൊണ്ടാണ് വന്യജീവികളുടെ എണ്ണത്തിന്റെ പെരുപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അത് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുത എന്താണ്? ഇന്ന് തന്നെ കാലാവസ്ഥാ പ്രവചനക്കാർ പറഞ്ഞിരിക്കുന്നത് എന്താ? 3 ഡിഗ്രി ചൂട് കൂടുതലായിട്ടാണ് സാധാരണഗതിയിൽ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് ആളുകളോട് പറയുമ്പോൾ, കാട്ടിലും ഇതേ വസ്തുതയുണ്ട്. കാടൻ പ്രദേശങ്ങളിലും കാട് സ്വതവേ ചിലപ്പോൾ തീപിടിക്കുന്നുണ്ട്, അതിൻ്റെ ചൂടുണ്ടാകും. മൃഗങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും മനുഷ്യവാസമുള്ളയിടത്ത് വെള്ളവും മനുഷ്യവാസമുള്ളയിടത്ത് കൂടുതൽ വെജിറ്റേഷനും ഉണ്ടാകുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് തടയണമെങ്കിൽ അതിനാവശ്യമായ നടപടികൾ നടത്തണം. നിയമപരമായി ഒരു മൃഗത്തെ, ഒരു വന്യമൃഗത്തെ അല്ലെങ്കിൽ അക്രമാസക്തമായ ഒരു മൃഗത്തെ വധിക്കാൻ ഉത്തരവ് കൊടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന് പറയുന്നിടത്ത് അതിൻ്റെ റൈഡർ ക്ലോസുകൾ എടുത്താൽ, ചർച്ചയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ സെക്ഷൻ 12 കടുവ കഴിഞ്ഞ ദിവസം ആക്രമിച്ച സമയത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരുന്നു. പക്ഷേ അവിടെയും ഒരു ഭയപ്പാടോടുകൂടി തന്നെയാണ് വനമന്ത്രി ഇതിനെ സമീപിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും അതിലൊരു ആശങ്ക നിൽക്കുകയാണ്. തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ്. അതിലാണ് മലയോര ജനത ആശങ്കയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് ബിഷപ്പുമാർ ഇങ്ങനെ ഇടപെടേണ്ടിയും വരുന്നത്. ശ്രീ പണിക്കർ, കേന്ദ്ര നിയമം നിലനിൽക്കുമ്പോൾ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല